ഇന്നൊരു പാവം പാവം അത്താഴമാണ് കേട്ടോ. മുട്ടയോ മീനോ ബീഫോ ചിക്കനോ മട്ടനോ ഒന്നുമില്ലാത്ത പാവം അത്താഴം. അതുകൊണ്ട് ഇതധികം ആർക്കും ഇഷ്ടപ്പെടാൻ വഴിയില്ല. മുളക് ചുട്ടരച്ചൊരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അടുപ്പൊക്കെ കത്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ആ കനലിലിട്ട് മുളക് ചുട്ടെടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അടുപ്പുണ്ട്. കത്തിച്ചു കഴിഞ്ഞാൽ വീടിനകത്ത് ഒരു മനുഷ്യർക്കും നിൽക്കാൻ പറ്റില്ല. ഭയങ്കര പുകയാണ്. അതെനിക്ക് ഒട്ടും പറ്റാതെ വന്നപ്പോഴാണ് അടുപ്പ് കത്തിക്കലങ്ങ് നിർത്തിയത്. അപ്പോൾ എന്നെങ്കിലും ഇതൊക്കെ റെഡിയാക്കി എടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അടുപ്പ് കത്തിച്ച് പാചകമൊക്കെ ചെയ്യുന്നത് എന്നേക്കാളും ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, നമ്മുടെ മോനിക്കുട്ടൻ. അപ്പോൾ ചമ്മന്തി അരയ്ക്കണം കഴിക്കണം എന്ന് തോന്നിയാൽ നമ്മളത് റെഡിയാക്കുമല്ലോ. അപ്പം മുളക് ചുട്ട് ചമ്മന്തിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ആ അടുപ്പിൽ തന്നെ നമ്മളൊരു മെഴുക്ക് പുരട്ടിയും വെച്ചു. നിങ്ങൾ എന്നെ കളിയാക്കും ഏത്തയ്ക്ക തീർന്നില്ലേന്ന്. ഇത് അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മെഴുക്ക് പുരട്ടിയും ചമ്മന്തിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് അരച്ച് വെക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ അരച്ച് റെഡിയാക്കി എടുത്ത് വെച്ചു. അപ്പോൾ ദേ ജനലിൽ കൂടെ ഒരാൾ എന്നെ നോക്കി നിൽപ്പുണ്ട്, കണ്ട അമ്പിളി മാമൻ. അപ്പോൾ ചോറ് വിളമ്പുവാണ്. മോനിക്കുട്ടൻ വന്ന് ചോറ് വിളമ്പി, മുത്തും വന്ന് കഴിക്കാനെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞത്താഴം ചമ്മന്തിയും മെഴുക്ക് പുരട്ടിയും പിന്നെ ലേശം മോര് കറിയും കൂടെ ഒഴിച്ചതോടെ അത്താഴം റെഡി. ഉള്ളത് ഒരു കൂട്ടാനേ ഉള്ളെങ്കിലും അത് നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ പിന്നെ വിഭവസമൃദ്ധമെന്ന് തന്നെ പറയാം അല്ലേ.